അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ കൊല്ലപ്പെട്ടത് കൂത്താട്ടുകുളത്ത് വെച്ചെന്ന വെളിപ്പെടുത്തൽ. പോലീസിലെ മുൻ കരാർ ഡ്രൈവറുടേതാണ് വെളിപ്പെടുത്തൽ. കൂത്താട്ടുകുളത്തെ പന്നി ഫാക്ടറിയിൽ വെച്ചാണ് രാജനെ കൊന്നത്. ഐസ് ചേംബറിലേക്ക് രാജന്റെ ശരീരം തള്ളിക്കയറ്റി. കൊന്ന ശേഷം രാജന്റെ മൃതദേഹം അരച്ച് പന്നികൾക്ക് നൽകിയിട്ടുണ്ടാകാമെന്നും മുൻ ഡ്രൈവർ പീപ്പിളിനോട് പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്തെ 5 രൂപ പോലീസ് എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടാണ് നിർണായകമായി ഈ വെളിപ്പെടുത്തൽ ഇദ്ദേഹം നടത്തിയത്. കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലെ കരാർ ഡ്രൈവറായിരുന്നു അടിയന്തരാവസ്ഥക്കാലത്ത് ഇദ്ദേഹം. ഞാറക്കൽ ഐസക് എന്ന ക്രൂരനായ പോലീസുകാരനായിരുന്നു അന്ന് SI. സംഭവ ദിവസം SI ഇന്ന് പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ടെന്നും എല്ലാവരും തയ്യാറായിക്കൊള്ളാനും നിർദ്ദേശിച്ചു. രാത്രി 12 മണിയോടെ ജീപ്പിൽ പുതുവേലി പാലത്തിന് സമീപം കാത്തുനിന്നതും തുടർന്ന് നടന്ന സംഭവങ്ങളും ഇങ്ങനെ വിശദീകരിക്കുന്നു. പുതുവേലി പാലത്തിൻ്റെ അവിടെ നിർത്തി ഈ പോലീസ് വണ്ടിയിലേക്ക് ഒരാളെ, അതിൻ്റെ അകത്ത് 4 പേരുണ്ടായിരുന്നുള്ളൂ. ആൾ വന്നിറങ്ങി, അവരിറങ്ങി. ഇതിൻ്റെ അകത്ത് ചെന്ന് 3 പേരും കൂടെ കൂടി എടുത്ത് വണ്ടിയെ കയറ്റി. വണ്ടിയെ കയറിയിട്ട് വിട്ടോന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. കൂത്താട്ടുകുളത്തിന് ഇപ്പുറം ഇടയാർ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞു. ഇടയാർ വഴിക്ക് പോയി. ഈ സ്ഥലത്തേക്കാണെന്നുള്ളത് അന്നേരം ഞാൻ അറിയുന്നില്ല. നേരെ ബേക്കൻ പാർക്കിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. മർദ്ദനമേറ്റ അവശനായ യുവാവുമായി മാംസ സംസ്കരണ കേന്ദ്രമായ ബേക്കൺ ഫാക്ടറിയിലെത്തി. ഫാക്ടറി അധികൃതർ ആദ്യം ഗേറ്റ് തുറക്കാൻ തയ്യാറായില്ലെങ്കിലും മന്ത്രി പറഞ്ഞു എന്നറിയിച്ചപ്പോൾ ഗേറ്റ് തുറന്നു നൽകി. മൃതപ്രായനായ യുവാവിനെ കമ്പനിയിലെ ഫ്രീസറിനുള്ളിലേക്ക് തള്ളുകയായിരുന്നു പോലീസ് ചെയ്തത്. തുറന്ന് തന്നു കഴിഞ്ഞിട്ട് ഐസ് റൂമിലേക്ക് കയറ്റി അങ്ങിട്ടു. ഇവിടെ നിന്ന് ഇയാളുടെ സംശയം തീരുന്നവരെയും ഫോൺ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ചില്ലാനും ചെയ്തു. ചെന്നിട്ട് വാല് തുറന്ന് നോക്കിയപ്പോൾ വടിയായിട്ട് കിടക്കുന്നു. മൃതദേഹം മുളകരയ്ക്കുന്നത് പോലെ അരച്ച് പന്നിക്ക് തീറ്റയായി നൽകി എന്ന് ഞെട്ടിക്കുന്ന വിവരം താൻ പിന്നീടറിഞ്ഞു. വെളുത്തപ്പോഴത്തേനും അതിനെ അവിടെ തന്നെ സംസ്കരിച്ചതായിട്ട് കണ്ടിട്ടില്ല, സംസ്കരിച്ചിട്ടില്ല. പക്ഷേ അവിടെ തന്നെ തീർന്നു. ഈ ലോകത്തെ ഒരു ശാസ്ത്രജ്ഞനും മണ്ണ് പരിശോധന ശാസ്ത്രജ്ഞന് പോലും എടുക്കാൻ പറ്റില്ലാത്ത രീതിക്ക് അതവിടെ വത്തലമുള അരയ്ക്കുന്ന പോലെ അരഞ്ഞ് അവിടെ പന്നിക്കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് വളർത്തി പന്നി തിന്നു. അക്കാലത്ത് തന്റെ കൊച്ചപ്പൻ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ കോൺസ്റ്റബിളായിരുന്നു. അങ്ങനെയാണ് കൊല്ലപ്പെട്ടത് രാജനാണ് എന്ന് താൻ തിരിച്ചറിഞ്ഞത്. 3.5 പതിറ്റാണ്ടുകൾ മുമ്പ് നടന്ന ക്രൂരമായ സംഭവം നീറ്റലായി തന്റെ മനസ്സിലുണ്ട്. അതാണ് ഇപ്പോൾ വെളിപ്പെടുത്താൻ കാരണം. അന്ന് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റു പോലീസുകാരുടെ പേരുവിവരങ്ങളും കൃത്യമായി ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. തന്റെ പേരോ ദൃശ്യമോ പുറത്തുവിടരുത് എന്ന നിബന്ധനയോടെയാണ് അദ്ദേഹം ഞങ്ങളോട് മനസ്സ് തുറന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അന്വേഷണമുണ്ടായാൽ ഏതു കോടതിയിലും തെളിവുമായി താൻ ഹാജരാകാം എന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഇടുക്കിയിൽ നിന്നും ക്യാമറാമാൻ ദിലീപ് ഗോപിക്കൊപ്പം സാലി മുഹമ്മദ്. രാജൻ കേസിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. സർക്കാർ ഉടൻ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. CBI അന്വേഷിക്കണമെന്ന് അടിയന്തരാവസ്ഥ പോരാളികളും ആവശ്യപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ കൊല്ലപ്പെട്ടത് കൂത്താട്ടുകുളത്ത് വെച്ചായിരുന്നുവെന്ന പോലീസിലെ മുൻ കരാർ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ വിശ്വസനീയമായ ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വിശ്വസനീയമായ ഒരു ഏജൻസിയെ കൊണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷിപ്പിക്കുകയാണ് വേണ്ടത്. അതിലാദ്യം ഇവിടെ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രമേ അത്തരമൊരു അന്വേഷണത്തിന് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് കേരള പോലീസ് ചെയ്യേണ്ടത്. ഈ വെളിപ്പെടുത്തൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അന്വേഷിക്കണമെന്ന് ഫിലിപ്പം പ്രസാദ് ആവശ്യപ്പെട്ടു. K. അജിത, സിവിക് ചന്ദ്രൻ, ബാസുരേന്ദ്ര ബാബു തുടങ്ങിയ അടിയന്തരാവസ്ഥ കാലത്തെ പ്രവർത്തകരും അന്വേഷണത്തിന് ആവശ്യപ്പെട്ടു. ഇത്ര നീച കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അന്വേഷിക്കപ്പെടണം. ഇപ്പോഴും നാസി ട്രയൽസ് നടത്തിയവരല്ലേ നമ്മൾ. 15-20 കൊല്ലം മുമ്പ് വരെ നാസി ട്രയൽസ് നടത്തിയിട്ടുണ്ട്. ഉരുട്ടലും വരട്ടലൊക്കെ ചെയ്തപ്പോഴേ മരിച്ചുപോയപ്പോ ഇത് എങ്ങനെ ബോഡി കാണിക്കാതിരിക്കുന്നുള്ളതായി പിന്നത്തെ പ്രശ്നം. അതിനിവരെന്തൊക്കെയാ ചെയ്തെന്നുള്ളതാണ് ഇപ്പം. അതിപ്പം എത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഒരു അന്വേഷണം, കൂലങ്കഷമായ വളരെ സത്യസന്ധമായ ഒരു അന്വേഷണം CBI തന്നെ നടത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കക്കയം ക്യാമ്പിൽ രാജന്റെ അടുത്ത മുറിയിലുണ്ടായിരുന്ന ആളാണ്. അബ്രഹാം ബെൻഹറും രാജിന്റെ സുഹൃത്തായ ചാലിയും ഒക്കെയാണ് അടുത്തടുത്ത മുറികളിലുണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടാണ് രാജിന്റെ മരണം നടക്കുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ധാരാളം സാധ്യതകൾ ഇക്കാര്യത്തിലുണ്ട്. നിലയ്ക്ക് തള്ളിക്കളയാൻ ആവില്ല. എങ്കിലും വധിക്കപ്പെട്ടത്, കൊല്ലപ്പെട്ടത് കക്കയം ക്യാമ്പിൽ തന്നെ എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോൾ എനിക്ക് കഴിയുന്നത്. പോലീസിലെ കരാർ ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ അസത്യമാണെന്ന് പറയാൻ ധൈര്യമില്ലെന്ന്
അഡ്വക്കേറ്റ് രാംകുമാറും പ്രതികരിച്ചു. ഈ ഡ്രൈവർ കണ്ടു എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് കക്കയം ക്യാമ്പ് മാത്രമാണ് പുറത്തു വന്നത്. ശാസ്തമംഗലം ക്യാമ്പ് പിന്നീട് വിജയന്റെ സംഭവം വന്നപ്പോൾ പുറത്തു വന്നു. കോട്ടയത്ത് ക്യാമ്പ് നടത്തിയിട്ടില്ല എന്ന് ആര് പറയണം? കേരളത്തിലെ എല്ലാ സ്ഥലത്തും മർദ്ദന ക്യാമ്പുകൾ ശ്രീ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക്. സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിച്ചു. അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് തള്ളി. ജലനിരപ്പ് 140 അടി കവിഞ്ഞാലേ ഷട്ടറുകൾ തുറക്കേണ്ടതുള്ളൂവെന്നാണ് തമിഴ്നാടിന്റെ വാദം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ചോർച്ചയിൽ ആശങ്കയുണ്ടെന്ന് കേരളം മേൽനോട്ട സമിതിയെ അറിയിച്ചിട്ടുണ്ട്. സാലി മുഹമ്മദ് ചേരുന്നു. ചില ഷട്ടറുകൾ പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഷട്ടറുകൾ ഉടൻ ഉയർത്തണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. എന്നാൽ ജലനിരപ്പ് 140 അടിയിലെത്തിയാൽ മാത്രമേ ഷട്ടറുകൾ ഉയർത്തുന്ന കാര്യം പരിഗണിക്കൂ എന്ന കർശന നിലപാടിലായിരുന്നു തമിഴ്നാട്. തമിഴ്നാടിന്റെ ഈ നിലപാടിനെ മേൽനോട്ട സമിതി ചെയർമാൻ LAV നാഥൻ പിന്തുണച്ചു. ഇതോടെ കേരളത്തിന്റെ ആവശ്യം തള്ളി. ചെയർമാന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും ഒരു സാങ്കേതിക വിദഗ്ധന്റെ നിലവാരത്തിലല്ല ചെയർമാന്റെ നടപടികളെന്നും കേരളത്തിന്റെ പ്രതിനിധി VJ കുര്യൻ പറഞ്ഞു. 136 അടിയെത്തുമ്പോൾ മുതൽ ഷട്ടറുകൾ ഉയർത്തണമെന്ന കേന്ദ്ര ജലകമ്മീഷന്റെ നിർദ്ദേശവും സമിതി തള്ളി. തമിഴ്നാട് പറയുന്നു 140 ലെവലിൽ വരുമ്പോൾ തൊട്ടേ ഞങ്ങൾ ഷട്ടറിനെ പറ്റി ആലോചിക്കുകയുള്ളൂ എന്നാണ്. പക്ഷേ CWCയുടെ ഇന്റേണൽ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് അത് പോരാ, കാരണം 136 തൊട്ടേ തന്നെ നിങ്ങൾ തുടങ്ങണം. അതിനെ അവഗണിച്ചുകൊണ്ട് തമിഴ്നാടും സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ചെയർമാന്റെ തീരുമാനത്തിൽ കേരളത്തിന് കടുത്ത പ്രതിഷേധമുണ്ട്. കൂടുതൽ വെള്ളം കൊണ്ടുപോകണമെന്ന കേരളത്തിന്റെ ആവശ്യവും തമിഴ്നാടും സമിതിയും അംഗീകരിച്ചില്ല. എന്നാൽ ഒരു ദിവസം തന്നെ 2 അടിയിലേറെ ജലനിരപ്പ് ഉയർന്നാൽ ഷട്ടറുകൾ ഉടൻ തുറക്കാമെന്നായിരുന്നു തമിഴ്നാടിന്റെ നിലപാട്. ഇതിനിടെ സ്വീപ്പേജ് ജലത്തിന്റെ അളവ് മിനിറ്റിൽ 112 ലിറ്ററായി വർദ്ധിച്ചു. പെരിയാർ തീരവാസികളുടെ ആശങ്കയ്ക്ക് ആക്കം കൂട്ടി ജലവിധാനം അതിവേഗം ഉയരുകയാണ്. ഇതിനിടയിൽ മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ സന്ദർശനം കൊണ്ട് എന്തു പ്രയോജനമുണ്ടാകും എന്ന് കണ്ടറിയണം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം സാലി മുഹമ്മദ്. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 130 അടിയാക്കുന്നതിന് കേരളം സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി PJ ജോസഫ്. 2 ഷട്ടറുകൾ പ്രവർത്തിക്കാത്തത് ഗുരുതര സ്ഥിതിവിശേഷമാണെന്നും PJ ജോസഫ് പറഞ്ഞു. ഈ 2 ഷട്ടറുകൾ കേടായി കിടക്കുകയാണ് ഡാമിൻ്റെ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അടിയന്തരമായി വെള്ളം താഴ്ത്തിക്കൊണ്ടുവരാൻ, എല്ലാം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, താഴ്ത്തിക്കൊണ്ടുവരാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ട് 130 അടിയായി ജലനിരപ്പ് താത്തണം, ഈ ഷട്ടറുകൾ കേടായ പശ്ചാത്തലത്തിൽ താത്തണമെന്നുള്ള കത്ത് ബന്ധപ്പെട്ടവർക്ക് കൊടുത്തു കഴിഞ്ഞു. ഈ ആവശ്യവുമായി അടിയന്തരമായി സുപ്രീം കോടതിയെ സംസ്ഥാന ഗവൺമെന്റ് സമീപിക്കുന്നു. കോഴിക്കോട് ടൗൺ ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവത്തിൽ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി U പ്രകാശ് ബാബുവിനെ അറസ്റ്റ് ചെയ്തു. തിരൂരിൽ ട്രെയിനിൽ നിന്നാണ് പ്രകാശ് ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. ബാർ കുംഭകോണത്തിൽ K മാണിയുടെ രാജി ആവശ്യപ്പെട്ട പന്ന്യൻ രവീന്ദ്രൻ പരാന്നഭോജി എന്ന PC ജോർജ്. ഒറ്റയ്ക്ക് നിന്നാൽ ഒരു സീറ്റ് പോലും വിജയിപ്പിക്കാൻ കഴിയാത്ത ആളാണെന്നും അതുകൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ മറുപടി അർഹിക്കുന്നില്ലെന്നും PC ജോർജ് പത്തനംതിട്ടയിൽ പറഞ്ഞു. പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹം ആരാണ്ട് അങ്ങനെ അടുത്തോട്ട് ചെന്ന രീതിയിൽ പന്ന്യൻ രവീന്ദ്രൻ തൻ്റെ പാർട്ടിക്കകത്ത് തൻ്റെ സ്ഥാനം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ നേതൃത്വത്തിൽ കുതിര കയറണ്ട ഒരു പരാന്നഭോജിയാണ്. അതുകൊണ്ട് ലോകായുക്ത അന്വേഷണം അതൊക്കെ പറയും. ഞാനെനിക്ക് വേണ്ട, അത്രയും വേണ്ട പുതുശ്ശേരി, നമ്മളായിട്ട് അപമാനിച്ചൊന്നും വേണ്ട, മനസ്സിലായില്ലേ? അതുകൊണ്ട് പന്ന്യൻ രവീന്ദ്രന് ഒറ്റയ്ക്ക് നിന്ന് ഒരു സീറ്റ് മേടിക്കാൻ കഴിവില്ലാത്ത പന്ന്യൻ രവീന്ദ്രൻ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കൊച്ചിയിലെ ചുംബന സമരത്തിൽ സർക്കാർ സ്വീകരിച്ചത് ഇരട്ടത്താപ്പെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. പോലീസ് സ്വീകരിച്ച സമീപനം ശരിയായില്ല എന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. മറൈൻ ഡ്രൈവിൽ നടന്ന കിസ് ഓഫ് ലവിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനാധിപത്യ സമരങ്ങൾക്ക് പോലീസ് എതിരല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഈ സമരം കൈകാര്യം ചെയ്തതിൽ പോലീസിന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഒരനിഷ്ട സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ സമരത്തിൻ്റെ അനുകൂലികൾ ഒരു ഭാഗത്തും സമരത്തെ എതിർക്കുന്ന കുറേ ആളുകൾ 2 ഭാഗത്ത്.
അതുകൊണ്ട് സ്വാഭാവികമായും അവിടെ ഒരു പ്രശ്നമുണ്ടാകാതെ കൈകാര്യം ചെയ്യാനാണ് പോലീസ് ശ്രമിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു പാളിച്ച ഉണ്ടായിട്ടില്ല, ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ഇത്തരമൊരു സമരം നടക്കുമ്പോൾ കാണാൻ ധാരാളം ആളുകൾ വന്നു ചേരും, പ്രതിഷേധക്കാരും വന്നു ചേരും. ഇവരെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പോലീസിന് പാളിച്ചയൊന്നും ഉണ്ടായിട്ടില്ല. യാതൊരു അനിഷ്ട സംഭവം അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ആർക്കും പരിക്കും ഉണ്ടായിട്ടുമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. യൂണിവേഴ്സിറ്റി ഭരണം കുത്തഴിഞ്ഞു കിടക്കുകയാണെന്നും കോടിയേരി കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൊച്ചി മറൈൻ ഡ്രൈവിൽ സമരക്കാർക്ക് നേരെ നടന്ന അക്രമം പ്രതിഷേധാർഹമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. സർക്കാരും പോലീസും അക്രമികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും SRP കുറ്റപ്പെടുത്തി. ചരിത്രത്തെ തന്നെ പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പരസ്പരം ഏറ്റുമുട്ടുന്ന ശക്തികളാണ് ഒരുമിച്ച് ചേർന്ന് ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയ്ക്കെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തിയത്. തടയാൻ ബാധ്യതയുള്ള ഗവൺമെൻറ്റും പോലീസും ആക്രമണകാരികളെ സഹായിക്കുകയാണ് ചെയ്തത്. തീർച്ചയായും ഗവൺമെൻറ് നടപടിയെ പ്രതിഷേധിക്കാൻ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ മുമ്പോട്ട് വരണം. ഇത് സംബന്ധിച്ചുള്ള പൊതുസംവാദം രാജ്യത്ത് നടക്കണം. എന്നിട്ട് നമുക്ക് എത്തിച്ചേരാം. കുമ്പളയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ P. മുരളീധരൻ വധക്കേസിൽ 1ഉം 2ഉം പ്രതികളെ കോടതി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഈ കേസിൽ ഇതോടെ 4 BJP RSS പ്രവർത്തകർ റിമാൻഡിലായി. മുരളി വധത്തിൽ പ്രതിഷേധിച്ച് CPM കുമ്പളയിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയിൽ വൻ ജനപങ്കാളിത്തമുണ്ടായി. കുമ്പളയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ P. മുരളീധരൻ വധക്കേസിൽ 4 പേരെയാണ് പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇവർ 4 പേരും അറസ്റ്റിലായെങ്കിലും പ്രതികളെ സഹായിച്ചവരെക്കുറിച്ച് അന്വേഷണം നടന്നുവരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കൊലയ്ക്ക് ശേഷം ടാക്സിക്കാറിൽ കർണാടകയിലേക്ക് രക്ഷപ്പെട്ട 1-ാം പ്രതി ശരത്തിനെയും 2-ാം പ്രതി ദിനേശിനെയും ബെൽത്തങ്ങാടിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ടാക്സി ഡ്രൈവർ ഗണേശനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തിയും 1-2 പ്രതികൾ ഉപയോഗിച്ച മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കുതിരപ്പാടിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കത്തി ശരത് രാജ് തന്നെയാണ് പോലീസിന് കാണിച്ചു കൊടുത്തത്. കാസർഗോഡ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അവധിയിലായതിനാലാണ് ഹോസ്ദുർഗ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ പ്രതികളെ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രതികളെ ആരോഗ്യ പരിശോധനയ്ക്കും വിധേയമാക്കി. മുരളി വധത്തിൽ പ്രതിഷേധിച്ച് കുമ്പളയിൽ CPIM നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ നടന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. P. കരുണാകരൻ MP, CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, ഡിവൈഎഫ്ഐ നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു. വൻ ജനാവലി പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബാർ കുംഭകോണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നാളെ പ്രഖ്യാപിക്കും. K. മാണിക്കെതിരെയുള്ള ആരോപണം അന്വേഷിക്കുന്നതിനാണ് പ്രത്യേക സംഘം. വിജിലൻസ് SP-ക്കായിരിക്കും അന്വേഷണ ചുമതല. ബാർ കുംഭകോണ കേസിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ കത്തിനെ തുടർന്നാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ അന്വേഷണം പ്രഖ്യാപിച്ചത് വിവാദങ്ങൾ ഉയർത്തി. അന്വേഷണം പ്രഖ്യാപിച്ചുവെന്ന വാർത്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ നിരസിച്ചിരുന്നു. ഇത് പ്രാഥമിക പരിശോധന മാത്രമാണെന്നും പരിശോധനയിൽ കഴമ്പുണ്ടെങ്കിൽ കേസ് അന്വേഷിക്കാമെന്നുമായിരുന്നു ചെന്നിത്തലയുടെ വാദം. ഇതിനായുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നാളെ പ്രഖ്യാപിക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. K. മാണിക്കെതിരായ ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസിലെ A ഗ്രൂപ്പാണെന്ന വാദം ഉയർന്നിരുന്നു. കേരള കോൺഗ്രസ് നേതാവ് PC ജോർജ് തന്നെ പരസ്യമായി ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് K. മാണിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും PC ജോർജ് പറഞ്ഞു. കോൺഗ്രസിലെ തന്നെ ഗ്രൂപ്പ് സമവാക്യത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന രൂപത്തിലാണ് ചെന്നിത്തലയുടെ അന്വേഷണ പ്രഖ്യാപനം. A ഗ്രൂപ്പിനെയും കേരള കോൺഗ്രസിനെയും ഭിന്നിപ്പിക്കാനുള്ള ശ്രമം അന്വേഷണ പ്രഖ്യാപനത്തിലുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നതോടെ ആരോപണം ഉന്നയിച്ച കേരള ബാർ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ തെളിവ് ഹാജരാക്കും. ഇത് മാണിക്കെതിരായും കോൺഗ്രസിലെ മാണിക്കെതിരെ നീക്കം നടത്തിയ ഉമ്മൻചാണ്ടിക്കും A ഗ്രൂപ്പിനുമെതിരെയുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കുകയാണ് I ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായാണ് അന്വേഷണ പ്രഖ്യാപനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാറുടമകളുടെ അടിയന്തര യോഗം ഈ മാസം 6-ന് കൊച്ചിയിൽ ചേരും. വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. സംഭവത്തിൽ വിജിലൻസിന്റെ അന്വേഷണം നിഷ്പക്ഷ അന്വേഷണം നടക്കുമെന്നും പ്രതിപക്ഷത്ത് ഭിന്നതയുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. UDF സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമമെന്ന് VM സുധീരനും പ്രതികരിച്ചു. പ്രതിഷേധം യോഗത്തിലുണ്ടാകും. മുഴുവൻ ജില്ലാ കമ്മിറ്റികളും ബിജു രമേശ് മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് അത് തെളിയിക്കാനുള്ള ആർജവം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. VS നൽകിയ കത്തിൽ ഗൂഢാലോചനയെപ്പറ്റി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ അന്വേഷണ പരിധിയിൽ വരുമെന്നും മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. രാജിവെക്കണമെന്ന് പറയും, അന്വേഷിക്കണമെന്ന് പറയും. പക്ഷേ
അന്വേഷണത്തിനും ഉള്ള ഏത് വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയാലും അതിനോട് പോലും സഹകരിക്കാനോ പുതിയ ഒരു വിവരം കൊടുക്കാനോ പോലും തയ്യാറാകാതെ ഇരിക്കുന്നവർ അങ്ങനെ ആക്ഷേപം പറഞ്ഞുകൊണ്ടിരാകുമോ? ഞാനിത് പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ തന്നെ എത്രയോ നാളുകളായി കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂവാണ്. അത്രയും കാലം ഒന്നും പുറത്തു വരാത്ത കാര്യം ഇന്നൊരു ദിവസം അത് വരാനുള്ള സാഹചര്യം എന്താ? അതൊക്കെ എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷ നേതാവ് കൊടുത്ത കത്താണ്, കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രി ഈ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കത്തിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം വരും.